സ്റ്റേജ് പൊളിക്കുവാൻ ജംബോ കമ്മിറ്റിയുമായി KPCC. ഇനി ഭാരവാഹികളുടെ കുറവ് കൊണ്ട് ഭരണം നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയാവണം ഒരു വലിയ കമ്മിറ്റിയുമൊക്കെ രൂപീകരിച്ച് KPCC പുതിയ ഭാരവാഹികളുടെയൊക്കെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ലിസ്റ്റ് കാണുമ്പോൾ എന്ത് തോന്നുന്നു? അതായത് സ്റ്റേജ് പൊളിക്കാന്നുള്ള ക്യാപ്ഷൻ തന്നെ വളരെ കറക്റ്റാണ്. കണ്ട് BN സുധീരൻ KPCC പ്രസിഡന്റ് സമയത്താണ് ഇതുപോലൊരു ജംബോ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടിയും അതുപോലെ രമേശ് ചെന്നിത്തലയും VS സുധീരൻ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഒരു നേർരേഖയാണ് വലിയൊരു ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചത്. പിന്നീട് അത് പിരിച്ചുവിടുകയൊക്കെ ചെയ്തു. അന്ന് ആ ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ച സമയത്താണ് ഒരു വേദിയിൽ ഈ നേതാക്കന്മാരുടെ ബഹളം കാരണം ആ സ്റ്റേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. അപ്പോൾ അത് നമ്മളെ മുന്നിലുണ്ട്. ഇപ്പം ഈ ജംബോ കമ്മിറ്റി എന്ന് പറയുന്നത് എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നൊരു കാര്യം, ഇതാകെ 14 ജില്ല മാത്രമുള്ളൊരു സ്റ്റേറ്റാണ്. ഈ 40 ജില്ലകളും 36 ജില്ലകളും 30, 28 ജില്ലകളുള്ള സംസ്ഥാനത്ത് പോലും ഇത്ര അധികം ഒരു വലിയൊരു കമ്മിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഈ AICCക്ക് തന്നെ ആകെ 36 വർക്കിംഗ് കമ്മിറ്റി, 18 ജനറൽ സെക്രട്ടറിമാരേ ഉള്ളൂ. അവിടെയാണ് രസം. 36, 44, 54 പേരുള്ളൂ. അതായത് വർക്കിംഗ് കമ്മിറ്റിയിൽ 36 പേരും, അതായത് 36 പേര് 3 പേരും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ 36 പേരാണ് അതിലുള്ളത്. വർക്കിംഗ് കമ്മിറ്റിയിലുള്ളത് ശശി തരൂർ ഉൾപ്പെടെ. ജനറൽ സെക്രട്ടറി വേറെ സ്ഥാനത്ത് 18 പേരാണുള്ളത്. പക്ഷെ ഇവിടെ 59 പേരാ. അതായത് വർക്കിംഗ് കമ്മിറ്റിയും ജനറൽ സെക്രട്ടറിമാരും കൂട്ടിയാൽ 54 ഉള്ളൂ. AICC ഇന്ത്യയിൽ, ഓൾ ഇന്ത്യയിൽ, ഈ ഓൾ ഇന്ത്യ തലത്തിൽ ഇത്രയും ജനറൽ സെക്രട്ടറിമാർ മാത്രമുള്ള സ്ഥലത്ത് ഇവിടെ 14 ജില്ലയിൽ മാത്രം 59 ജനറൽ സെക്രട്ടറിമാർ. കഴിഞ്ഞ് തീർന്നില്ല. ഇനി ഇവർക്കൊക്കെ സെക്രട്ടറിമാരുണ്ട്. ഒരു 100ഓളം പേര് മിനിമം വരും. മിനിമം ഒരു 90-100 പേര് സെക്രട്ടറിമാർ വരും. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിയിൽ എല്ലാ സ്ഥാനമാനങ്ങളും അങ്ങ് കൊടുത്താൽ അതൊക്കെ വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ധാരണയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതൊരു നാണക്കേടാണ് ശരിക്കും ഒരു പാർട്ടിക്ക്. ഇങ്ങനെയുള്ള ജംബോ കമ്മിറ്റിയിലെ ഒരു ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു DYFIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വിലയുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരു DYFIയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഇതിലും വിലയുണ്ടെന്നേ. KPCC ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. 59 ജനറൽ സെക്രട്ടറിമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കാരണം എന്നറിയാമോ? അതായത് ഈ സമീപകാലത്ത് ഇവരുടെ പരിപാടികൾ, ഇപ്പോൾ വിശ്വാസ സംരക്ഷണ യാത്ര എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികൾ ഇവന്മാർ തട്ടിക്കൂട്ടി നടത്തി. അവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിച്ചത് ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റേജ് നിറച്ച നേതാക്കന്മാരും ഇത് കാണുവാൻ ഒരാൾ പോലുമില്ല. അന്നേരം അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ ടൈറ്റ് ഫ്രെയിം വെച്ച് മാധ്യമങ്ങളൊക്കെ പ്രത്യേകം നിർദ്ദേശം കൊടുത്തു, ഒരു കാരണവശാലും ഓഡിയൻസിനെ കാണിക്കരുത്, ടൈറ്റ് ഫ്രെയിം വെച്ച് സ്റ്റേജിലിരിക്കുന്നവരെ മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കുവാൻ കാരണം എന്ന് പറയുന്നാൽ ഈ പറയുന്ന ഒരു 10, 250, 500 പേര്, മിനിമം ഒരു 500 പേരെല്ലാം കൂടെ വരുമെന്നാണ് തോന്നുന്നത്. ഈ ലിസ്റ്റെല്ലാം കൂടെ ഫൈനൽ ഇവരുടെ സെക്രട്ടറി ലിസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ അന്നേരം ഒരു പരിപാടി വെക്കുമ്പോൾ മിനിമം ഇവന്മാരെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 500 പേരെങ്കിലും മിനിമം, കാരണം ഏതായാലും ഓഡിയൻസ് കാണത്തില്ല, നാട്ടുകാർക്ക് താല്പര്യമില്ല, ആരും കാണത്തില്ല. അന്നേരം അതുകൊണ്ട് ഒരു മിനിമം ഓഡിയൻസും ചിലപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും, സ്റ്റേജിലിരിക്കേണ്ടത് ഇത്ര പേര് എന്ന് ചിലപ്പോൾ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവന്മാരെല്ലാം കൂടെ കയറി സ്റ്റേജ് പൊളിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എന്നാലും ചിലപ്പോൾ സ്റ്റേജിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ ബാക്കിയുള്ളവർ ഒരു മിനിമം ഓഡിയൻസ് ആകും, അല്ലെങ്കിൽ നാണക്കേടാകുമെന്ന് കരുതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറൊരു ന്യായവും കാണുന്നില്ല. അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച നിയന്ത്രണം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതുപോലെ നിയന്ത്രണം VS സുധീരനും കൊണ്ടുവന്നാണ്. ആ ഒരൊറ്റ വ്യക്തി മാത്രമേ വേദിയിലിരിക്കാൻ പാടുള്ളൂ, പ്രസംഗിക്കുന്ന ആൾ മാത്രമേ വേദിയിലുണ്ടാകാൻ പാടുള്ളൂ. വലിയ നിയമം കൊണ്ടുവന്നാണ് VS സുധീരൻ. ഈ പറഞ്ഞ പോലെ സതീശനെക്കാട്ടുള്ള വലിയ ആദർശം പറയുന്ന ഒരാളാണ്. ആദർശമില്ലാത്ത ആദർശധീരൻ, അതാണ് VS സുധീരൻ. അപ്പോൾ ആ VS സുധീരൻ ഇതുപോലെ വലിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഒരു കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നടക്കൊന്നുമില്ല. ഇത് ഞാൻ പറയട്ടെ, താങ്കളൊന്ന് ആലോചിച്ചു നോക്കുക. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എത്ര ഭംഗിയായ വർക്കായിരുന്നു, എത്ര ഭംഗിയായി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ സഹപ്രവർത്തകരും വളരെ ചെറിയൊരു കമ്മിറ്റി എന്ത് രസമായിട്ട് എത്ര നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു പോയിരുന്നത്. വളരെ നല്ല രീതിയിൽ ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ, TU രാധാകൃഷ്ണൻ, അവരൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളും സുധാകരൻ്റെ നേതൃത്വത്തിൽ. അതിനെ മാറ്റി ഒരു നല്ല കമ്മിറ്റിനെ അങ്ങോട്ട് മാറ്റി, എല്ലാവരും മാറ്റി ഒരു പുതിയ ജംബോ കമ്മിറ്റി കൊണ്ടുവന്നത് നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ VRS ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ VC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയുടെയും സതീശൻ്റെയും 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വേണ്ടപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിക്കണം.
വലിയ വലിയ പോസ്റ്റുകളിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ ഇവർക്ക് നേതാക്കന്മാർക്ക് സ്ഥാനം കുറയും. അതായത് അവരുടെ ഗ്രൂപ്പിന് ശക്തി കുറയും. ഇപ്പോൾ കേരളത്തിലെ പഴയ ഗ്രൂപ്പിന്റെ സമവാക്യമൊക്കെ പോയി. അതെ, ഇപ്പോഴും മാധ്യമങ്ങളിൽ നോക്കിയാൽ പലരും പറയുന്നത് എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊക്കെ നാമാവിശേഷമായിട്ട് കാലങ്ങളായി പോയി. എനിക്ക് തോന്നുന്നു പുതിയ ടെർമിനോളജി നമുക്ക് കൊടുക്കാൻ സാധിക്കും. നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ടെർമിനോളജികൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റും? അതായത് എ ഗ്രൂപ്പ് ഇല്ല. അതെ, എ ഗ്രൂപ്പ് എന്ന സംഭവം ഇപ്പോൾ കേരളത്തിലില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പ് നയിക്കേണ്ട ബെന്നി ബെഹനാൻ വിട്ടുപോയി. പിന്നെ ഷാഫി പറമ്പ് കെ സിയുടെ പക്ഷത്തേക്ക് പോയി. അങ്ങനെ എ ഗ്രൂപ്പിന് ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. കരുണാകരന് ശേഷം ഐ ഗ്രൂപ്പ് കൊണ്ടുവരുന്ന രമേശ് ചെന്നിത്തല, അതിനുശേഷം വിശാല ഐ ഗ്രൂപ്പ് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല ഉണ്ടാക്കി. ആ ഐ ഗ്രൂപ്പും ഇന്ന് പേരിന് മാത്രമുണ്ട്, അല്ല അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എയും ഐയും കേരളത്തിലില്ല. പക്ഷെ പണ്ട് കാലത്തെ എ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആന്റണിയും കരുണാകരനും പാർട്ടിയെ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പം ആന്റണി തന്നെ പറഞ്ഞു, ഞാൻ പാർലമെന്ററി അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ നിന്ന് വിട്ടിട്ട് തന്നെ 25ലധികം വർഷമായി എന്ന് അദ്ദേഹം തന്നെ താങ്കളുടെ പേരിലാണല്ലോ ഗ്രൂപ്പം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സജീവമായ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ വിട്ടിട്ട് 25 വർഷം തന്നെ ആകുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് പുതിയ ഈ ഒരു നിജസ്ഥിതി അല്ലെങ്കിൽ ഒരു നിലവിലെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടിച്ചു നിൽക്കുന്ന രമേശ് ചെന്നിത്തല. അതുകൊണ്ട് എന്തിനു വെറുതെ അദ്ദേഹത്തിന് മറ്റ് ഇനിഷ്യലുകൾ കൊടുക്കുന്നു? 6 എന്നിടുക, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് 6, അതുപോലെ വേണുഗോപാൽ വി ഗ്രൂപ്പ്, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ സതീശന് കേക്കച്ചൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കേക്കച്ചൻ പാർട്ടി അല്ലെ കേക്കച്ചൻ ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് കെ കൊടുക്കുക. അതിൻ്റെ നിലവിലുള്ള 6ഉം വിയും കെയും. അതെ, അന്നേരം RVK എന്ന ഒരു മുന്നണി സംവിധാനമേ നമുക്കിപ്പം ഒരു ഗ്രൂപ്പേ ഇവിടെ ഉള്ളൂ. അതായത് ഇവിടെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ മൊത്തത്തിൽ പൊളിച്ചെഴുതി. ഞാൻ പറഞ്ഞില്ലേ മുന്നേ ആന്റണിയും കരുണാകരനും സമയത്ത് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിയെ വളർത്താൻ ഉപകരിച്ചിട്ടുണ്ട്, പാർട്ടിയെ തകർക്കാൻ ഉപയോഗിച്ചിട്ടില്ല. തിരിച്ച് ഇപ്പോഴത്തെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ട ഗ്രൂപ്പുകളാണ്, പാർട്ടിക്ക് വേണ്ടി അല്ല. ആന്റണിയും കരുണാകരനും പാർട്ടിക്ക് വേണ്ടി 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയെങ്കിലും 2 ഗ്രൂപ്പായിട്ട് വളർന്നു വന്നെങ്കിലും ഇപ്പോഴത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം തന്നെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കാരണം രമേശ് ചെന്നിത്തല ഒരുപാട് കാലമായി ഐ ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. ആ ഗ്രൂപ്പിൻ്റെ ആ ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ വിശ്വസ്തരായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് സതീശൻ. ആ സതീശൻ തന്നെയാണ് രമേശ് ചെന്നിത്തല കുത്തി കളത്തിലിട്ടത്. അപ്പോൾ സതീശൻ്റെ പഴയ ചരിത്രം മുതൽ അങ്ങനെ തന്നെയാണ്. അതായത് ഒരു കാരണം വെച്ചാൽ സതീശൻ ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഈ പുതിയൊരു സമവാക്യത്തിലേക്ക് എത്തിച്ചതും സതീശൻ തന്നെയാണ്. KC വേണുഗോപാൽ കേരളത്തിൽ പിടിമുറുക്കി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രമേശിനെയും സതീശനെയും തല്ലുകൂടിക്കും, അവർ തമ്മിൽ തല്ലിക്കും, പിരിയിക്കും, ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കും. അത് 2 കൂട്ടർ അപ്പുറത്തുകൂടി ഇപ്പുറത്തുകൂടി ഇറക്കി വിടുന്നത് KC ആണെന്ന് ഞാൻ ഈ ചർച്ചയിൽ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആവില്ല എന്നും രമേശിനെ മുഖ്യമന്ത്രി ആക്കാമെന്നും ആദ്യത്തെ ഒരു ടൈം മുഖ്യമന്ത്രി ആക്കാമെന്നും KC വേണുഗോപാലിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരം ഇവരെ തമ്മിൽ തല്ലുപിടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സതീശൻ എന്ത് ചെയ്തു? സതീശനെ ഒതുക്കേണ്ടത് ഇപ്പോൾ KCയുടെ രമേശിൻ്റെ ആവശ്യമാണ്. പക്ഷേ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കിയോടുകൂടി തന്നെ കേരളത്തിൽ നിന്ന് സതീശൻ നിഷ്കർഷണം ചെയ്യപ്പെട്ടു. ഒന്നും അല്ലാതായി, ജനങ്ങളുടെ മനസ്സിനെ പോയി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തന്നെ സതീശൻ ഇല്ലാതായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സതീശന്റെ കൂടെ വന്ന ഷാഫി പറമ്പലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ KC പക്ഷത്തേക്ക് മാറ്റാൻ KCക്ക് വളരെ സിമ്പിളായിട്ട് സാധിച്ചു. കാരണം സതീശന്റെ നല്ല വിശ്വാസമുള്ള ആളുകളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ. ഷാഫി ലോക്സഭയിൽ പോയി MP ആവുകയും രാഹുൽ ഗാന്ധിയായിട്ട് നല്ല ബന്ധം വരികയും KC വേണുഗോപാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യുകയും വരികയും ചെയ്തതോട് കൂടിയിട്ട് ഷാഫി ഓട്ടോമാറ്റിക്കായിട്ട് എ ഗ്രൂപ്പ് എന്ന സംവിധാനം ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ ശക്തനായ എ ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവായിരുന്നു ഷാഫി. ആ ഷാഫി നേരെ KC വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് പോവുകയും ആ KC വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് ഷാഫി പോകുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്ത് ആ പക്ഷത്ത് തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ എൻ്റെ വിശ്വസ്തരായിരുന്ന ആളുകൾ അങ്ങോട്ട് പോയപ്പോൾ അത് എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു വലിയൊരു പ്രഖ്യാപനമൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഉടനെ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞ് ചെയ്തത്. അപ്പോൾ അതും പാളിപ്പോയി എന്നുള്ള വസ്തുത. കാരണം സതീശന് അവിടെ ഒന്നും ഇല്ലാണ്ടായി, സതീശന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെയായി. സതീശന് ഇപ്പോൾ സത്യത്തിൽ ഒരാളും ഇല്ല. അപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുടക്കം മുതൽ ശ്രദ്ധിച്ച ഒരു കാരണം, അയാൾ അന്നും ഇന്നും ഒരു ഒറ്റയാനാണ്. ഇയാൾ ഒരു റിബലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അന്നേരം അതുകൊണ്ട് തന്നെ അതെ, അന്നേരം ഇയാൾ ഒരു റിബലായിട്ടാണ് അന്നും ഇന്നും. ഇയാൾ ഈ തൈര് പിരിഞ്ഞ് കിടക്കുന്ന പോലെ ഇയാൾ ഒരിക്കലും ഒരു ടീമുമായിട്ട് ജെല്ലാകുന്ന ഒരാളല്ല. എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് നന്നായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പിനകത്ത് ഇയാളെ കൊണ്ടിട്ടാൽ മതി, അത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇയാൾ നശിപ്പിച്ച് അതിനെ ഇതാക്കി കളയും. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു ടീം, ഇയാൾക്കൊരു പാർട്ടിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ VD സതീശൻ എന്ന പേര് ഈ 1-2-2.5 വർഷമേ അയാൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്
ഇയാളൊരു ടീം ഓറിയൻറ്റഡ് ആണെന്നൊരു ഫീൽ വന്നത് ഈ ഷാഫി രാഹുൽ ഈ ടീമിനെ ചേർത്ത് നിർത്തിയപ്പോൾ ആ ടീമും ഒത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ ടീമിൻ്റെ അച്ചീവ്മെൻ്റ് കൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ മുതലാണ് ഇയാളെ ശ്രദ്ധിച്ചു തുടങ്ങിയത്, ഇയാൾക്ക് മൈലേജ് കിട്ടി തുടങ്ങിയത്. അന്നേരം ആളുകൾ ഓർത്തു ഇയാൾ നന്നായി, ഇയാളൊരു ടീം ഓറിയൻറ്റഡ് ആയി എന്നോർത്തു. പക്ഷേ ഇയാളുടെ പുള്ളിയുടെ ആ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് വെച്ച് ഇയാൾ ഈ എൽബോ വെച്ച് നടക്കുന്നവനെ ഒരുത്തനെ അടുപ്പിക്കത്തില്ല. ഇവരുടെ കൂടെ പോയപ്പോൾ തന്നെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഇയാൾ വീണ്ടും റിബലായി ഒറ്റയ്ക്കായി മാറി, ഇയാൾ ഡിസൻറ്റഗ്രേറ്റായി, ഇയാളുടെ പവർ പോയി എന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ അങ്ങനെ പാർട്ടിയിൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇയാൾ ഒരിക്കലും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ആളാണെന്ന്. അയാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്, അയാളുടെ സ്വഭാവത്തിലെ വൈകല്യമായത്. അയാൾ ഒരു ഗ്രൂപ്പിനോടും കൂടത്തില്ല, ഒരു ഗ്രൂപ്പിനോട് ഒത്തു നിൽക്കത്തില്ല. ഇയാൾ എപ്പോഴും ഈ രണ്ട് സൈഡിലും എൽബോയും വെച്ച് സകലനോട്ടും പാരയും പണത് മുള്ളു നിൽക്കുന്ന പോലെ നിൽക്കുന്ന സൈസ് ഒരു പേഴ്സണാലിറ്റി ഇയാളെ. ഒരു ടീമിലും ഇയാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇയാൾ ഒരു ടീമിലും ഒതുങ്ങത്തില്ല. ഹീസ് നോട്ട് അറ്റ് ഓൾ എ ടീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല. അപ്പോൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുവാനോ ഒരു വലിയ ടീമിനെ നയിച്ചുകൊണ്ട് പോകാനോ ഇയാൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അതിനുള്ള ഭയങ്കര അസഹിഷ്ണുത കാണണമെങ്കിൽ ഇപ്പോൾ അയാളുടെ ഒരു ചോദ്യം തന്നെ ചോദിക്കുമ്പം ഇയാളോട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ ഇയാളോട് ചോദ്യം ചോദിക്കുന്നത്. അയാളുടെ വാച്ചിലിൽ കയറി ഏതോ മറ്റേ ആളുകൾ കയറി എൻക്രോച്ച് ചെയ്ത് വരുന്ന ഒരാളുകളോട് കാണിക്കുന്ന ഒരു മനോഭാവമാണ് ഇയാൾ കാണിക്കുന്നതും മറുപടി പറയുന്നതും. അന്നേരം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ചില ആ ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ചില ഈഗോയും ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പോയില്ലെങ്കിലും ഇയാളതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് ഭ്രാന്ത് പിടിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇയാൾക്ക് മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ച ഇയാളുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ പോയില്ലെങ്കിൽ, ഇയാൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ, ഇയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ എല്ലാം വയലൻ്റ് ആകുന്ന, ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാളൊരു ടീം ഓറിയൻറ്റഡ് ആയിട്ട് ഒരാളല്ല. ഇയാളെ ഒരു കാരണവശാലും ഒരു ലീഡർഷിപ്പ് പദവിയിലും ഒരു മണ്ഡലം പ്രസിഡന്റിൻ്റെ റോള് പോലും കൊടുക്കുവാൻ ഉള്ള ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റോ, ഈസ് നോട്ട് അറ്റ് ഓൾ എ ലീഡർ. ഇയാളൊരു മിനി ഡിക്റ്റേറ്റർ, ഇയാളൊരു മിനി പിണറായിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ. പിണറായി വിജയനാണ് തോന്നുന്നു ഇയാളുടെ, എനിക്ക് തോന്നുന്നു ഇയാളുടെ മനസ്സിൽ ഇയാൾ കുടിയിരുത്തിയിരിക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ഒരു കൊച്ചു പിണറായി ആകുവാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ കാലം പോയി. ഇയാളെ ചവിട്ടി തൂത്ത് ആളുകൾ ദൂരെ എറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ഒരു സ്റ്റേജ് പൊളിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ജംബോ കമ്മിറ്റിയുമായി ഈ കോൺഗ്രസ് വരുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളും അത് ജനങ്ങൾ വളരെ തമാശയായിട്ട് കാണുന്നതും ഇപ്രകാരമുള്ള ഓരോ ഗ്രൂപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഓരോരുത്തർക്കും അർഹിക്കാത്ത ഓരോരുത്തർക്കും പദവികൾ നൽകുകയും അർഹതയുള്ളവർക്ക് പദവികൾ കിട്ടാതെ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുകയും. നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് മാനേജ്മെൻറ്റാണ്. പലര് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. ഇത് കഴിവുള്ളവരെ വെക്കാതെ, അതായത് നമുക്കിപ്പോൾ ഒരു ടീമിൻ്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ലീഡറെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആ ടീമിനെ ആ ലീഡർ ബിൽഡ് ചെയ്യും. ഇതിവിടെ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും കിണയായിട്ടുള്ള ഒരുത്തനെ ലീഡർഷിപ്പിൽ കൊണ്ടിരുത്തിയിട്ട് ഓരോരുത്തരെയും പെറുക്കി വെച്ച് കൊടുക്കുക. അവനെ നിയന്ത്രിക്കാനുള്ള ശേഷി ലീഡറായിട്ടിരിക്കുന്നതിനുമില്ല, അവനെ അംഗീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ അണികൾക്കുമില്ല. അന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന, ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന, ഈ പ്രസ്ഥാനത്തിൻ്റെ മുച്ചോടും മുടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഈ ജംബോ കമ്മിറ്റി എന്ന ഇവരുടെ ഒരു നടപടി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കനകൊലുവിനെ പോലെയുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റും അത് മാനേജ്മെൻറ്റ് വിദഗ്ധനെയൊക്കെ ഇവർ കൺസൾട്ട് ചെയ്യുന്നു, ഇവരുടെ ഭാഗമാണെന്ന് പറയുന്നു. ഇയാളിതൊന്നും കാണുന്നില്ലേ? അന്നേരം ഇത് വെറും പടമാണ്. ഈ കനകൊലു എന്ന് പറയുന്ന ആളുടെ പേര് പറഞ്ഞ് ഈ KC വേണുഗോപാലിൻ്റെയും സംഘത്തിൻ്റെയും വിംസ് ആൻഡ് ഫാൻസീസ് ഇവിടെ നടപ്പിലാക്കുവാനുള്ള വെറും ഒരു ചൂണ്ടുപലക മാത്രമാണ് ഇയാളെന്ന് ഞങ്ങൾ പറയുന്നതിനെ ശരിവെക്കുന്നത്. കാരണം എന്തെങ്കിലും ഈ ഒരു ടീം ബിൽഡിങ്ങുമായിട്ടോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ടോ ബന്ധമുള്ള സാമാന്യ ബോധമുള്ള ഒരാൾ പോലും ഇതിനെ അംഗീകരിക്കത്തില്ല. ഇത്തരം ഒരു കളക്റ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ഏബിളായിട്ടുള്ള ഒരു KPCC അധ്യക്ഷനെ വെച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ ആ KPCC അധ്യക്ഷൻ ബാക്കിയുള്ള ടീമിനെ ബിൽഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തോട് ആ അണികൾക്കൊരു ആദരവുണ്ടാകും, അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കും. അങ്ങനെ ഒരു പ്രോപ്പർ ഒരു സിസ്റ്റം ഇൻ പ്ലേസ് ആകുമായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, ഓരോരുത്തരെ പെറുക്കി വെച്ച് കൊടുക്കുക. ഇത് തമ്മിലടിയും ഇടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഈ പാർട്ടിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഈ ജംബോ കമ്മിറ്റി വരും ദിവസങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ബാധ്യതയും അതുപോലെ ഈ രാഷ്ട്രീയ കേരളത്തിൽ യുവന്മാരുടെ കന്നന്തിരിവുകൾ കൊണ്ടും യുവന്മാരുടെ തമ്മിലടിയും യുവന്മാരുടെ കൊതിവുകാലുവെട്ടും കാണുവാനുള്ളൊരു ഒരു ഗതികേട് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ
പ്രസിഡന്റ് സ്ഥാനം തന്നെ താങ്കളൊന്ന് പ്രശ്നം. കോൺഗ്രസ് വലിയ ഭരണഘടനയും ജനാധിപത്യത്തിനും പൊക്കി പിടിക്കുന്ന ആളുകളാണ്. ഭയങ്കര ഭരണഘടന സംസാരിക്കുന്നവരാ, ഭയങ്കര ജനാധിപത്യം സംസാരിക്കുന്നവരാ. ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് എന്ത് ഭരണഘടന അടിസ്ഥാനത്തിൽ പ്രസിഡന്റായത്? എന്ത് ജനാധിപത്യം അവിടെ കാണിച്ചത്? ജനാധിപത്യ രൂപത്തിലാണ് ഈ അബിൻ വർക്കിയല്ലേ പ്രസിഡന്റ് ആവേണ്ടത്? ജനാധിപത്യത്തിൽ കൂടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകാർ. പിന്നെ ഈ പാർട്ടിക്ക് ഒരു ഭരണഘടന ഉണ്ട്. ഈ ഭരണഘടനയിൽ എവിടെയാണ് വർക്കിംഗ് പ്രസിഡന്റ് ഉള്ളത്? ഈ ഭരണഘടനയെക്കുറിച്ച് വലിയ വാതോരാതെ സംസാരിക്കല്ലോ ഈ കോൺഗ്രസ് നേതാക്കന്മാർ. അങ്ങനെ ഈ ഭരണഘടനയുടെ ഒരു ലാഞ്ചന പോലും ഇല്ല. അത് ജനാധിപത്യത്തെ പുച്ഛിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തന്നെ വന്നത്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത 1,70,000 വോട്ട് മേടിച്ച അബിൻ വർക്കി പുറത്തും ഈ കാലത്ത് മൂന്നാം സ്ഥാനത്ത് 19,000 വോട്ട് മേടിച്ച പയ്യൻ പ്രസിഡന്റും. ജനാധിപത്യം നോക്കണേ. അതായത് 1,70,000 വോട്ട് മേടിച്ച് രണ്ടാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കി പുറത്ത്. ഇവിടെ 19,000 വോട്ട് മാത്രം പിടിച്ച ഓജോ ജനേഷ് സംസ്ഥാന പ്രസിഡന്റും. ഇതിലെന്ത് വിരോധാഭാസ ഒന്ന് ആലോചിച്ച് നോക്കും. കേൾക്കുന്നവർക്കൊരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനം വേണ്ടേ? പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉളുപ്പ് എന്ന സാധനം വേണ്ടേ? അതായത് നമ്മളിപ്പോൾ പറയുന്നു ഇതിനൊരു നിയതമായ ഒരു ഭരണഘടനയുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒരു പാറ്റേൺ ഉണ്ടെന്നൊക്കെ ഇവന്മാർ പറയുമ്പോൾ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നിയതമായ ഒരു ഭരണഘടനയോ ഒരു സംവിധാനമോ സിസ്റ്റമോ ഒന്നുമില്ല. അപ്പോൾ എന്ത് തോന്നുന്നു, ഈ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ ഇവർ പറയുന്ന പോലെ അപ്പോൾ എന്ത് തോന്നുന്നു, ആ സാഹചര്യം അനുസരിച്ച് എന്തോ തോന്നുന്നു അതനുസരിച്ച് ഇപ്പോൾ ഇതിനിങ്ങനെ ഒരു പാറ്റേണോ ഒരു കീഴ്വഴക്കമോ ഒരു അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെന്നേ പറഞ്ഞാലും അത് എപ്പോഴും പാലിക്കപ്പെടണമെന്നില്ല. നമുക്ക് നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പ് കർണാടക തെരഞ്ഞെടുപ്പിൽ VK ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ ഇലക്ഷൻ നയിച്ചു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. രാജസ്ഥാനിൽ എന്ത് സംഭവിച്ചു? അതുപോലെ ഇവരെ സംബന്ധിച്ചോളം അങ്ങനെ കൃത്യമായ ഒരു പാറ്റേണോ ഒരു ചട്ടക്കൂടോ ഒന്നുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അന്നേരം എനിക്ക് എൻ്റെ കയ്യിലാണ് മണി പവറും മസിൽ പവറും എങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ കൊണ്ടുപോകും. നിയമമൊക്കെ അവിടെ ഇരിക്കും. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇതിനെ വളച്ചൊടിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പിലാക്കും. അങ്ങനെയുള്ള ഒരു ജംഗിൾ രാജ്. അന്നേരം ഇതിനെ നമുക്കൊരു ആധുനിക ഒരു ജനാധിപത്യ സംവിധാനം ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ജംഗിൾ രാജ്. അല്ല, ജനാധിപത്യം ഇല്ലേ ഇതില്? ജനാധിപത്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ജനാധിപത്യം തന്നെ അബിൻ വർക്കില്ല പ്രസിഡന്റ്. ജനാധിപത്യം ഒട്ടുമില്ല. കാരണം ജനാധിപത്യം ഉണ്ടെങ്കിൽ ഈ 19,000 വോട്ട് കിട്ടിയ ആളാണോ 1,70,000 വോട്ട് കിട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന ആളാണോ പ്രസിഡന്റ് ആവുക? അപ്പോൾ ജനാധിപത്യം ഇല്ല. പിന്നെ ഈ ഭരണഘടന പറഞ്ഞു, ഭരണഘടന ലാഞ്ചന പോലും ഇല്ല. അവരുടെ ഭരണഘടനയിലെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രദ്ധിച്ചോ? അതായത് മാധ്യമങ്ങൾ കുത്തി ഇയാളോട് ചോദ്യം ചോദിച്ചപ്പോഴും ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞവൻ ഈ വിഷയത്തിൽ ഈ ഒരു ജംബ കമ്മിറ്റിയുമായിട്ട് വന്നപ്പോൾ ഇയാൾ ഒരു അക്ഷരം അതിനെക്കുറിച്ച് മിണ്ടിയില്ല. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇയാൾ ചിരിക്കുകയാണ്. കാരണം ആ സമയത്ത് ഇയാൾക്ക് പറയാൻ പറ്റുമോ ഇത് മോശമാണെന്നോ കൊള്ളാമെന്നോ ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അയാൾ ഉള്ളിൽ ചിരിക്കുക. കാരണം എന്താ അറിയാമോ, ഇത് നാശത്തിലേക്കേ പോകത്തുള്ളൂ. കാരണം ഈ ജംബോ കമ്മിറ്റിയൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആവശ്യത്തിന് തന്നെ അല്ലാതെ തന്നെ തലവേനയുണ്ട്. ഇനി യുവമാരും എല്ലാം കൂടെ വന്നു കഴിഞ്ഞ ശേഷം ആരാണ് വലുത്? ഞാനാണോ വലുത്? ജനറൽ സെക്രട്ടറി ആണോ വലുത്? വൈസ് പ്രസിഡന്റ് ആണോ വലുത്? തമ്മിൽ ഇതിനകത്ത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഒരു ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഈ പദവികൾക്ക്. അതുപോലെ നമ്മൾ മുമ്പേ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഈ വർക്കിംഗ് പ്രസിഡന്റ്. അതെന്ത് പ്രസിഡന്റാ? ബാക്കിയുള്ളവർ എന്തിനും വർക്ക് ചെയ്യാത്ത പ്രസിഡന്റുമാരാണോ? അന്നേരം ഇതുപോലെ ഓരോ പദവികൾ കൊടുക്കുമ്പോഴും വളരെ ഫണ്ണി ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയും അപ്ലൈ ചെയ്യാത്ത തരത്തിലുള്ള ഓരോ പദവികൾ കൊടുത്തേക്കുക. അന്നേരം ഇവന്മാർ തമ്മിൽ നാളെ തമ്മിലടിയും ഈഗോ ക്ലാഷും ഉണ്ടാകും. അപ്പോൾ തൻ്റെ ലക്ഷ്യം ഈ ഒരു ജംബോ കമ്മിറ്റിയിലൂടെ ഇതിൻ്റെ ബാക്കിയുള്ള ഇവന്മാർ ബാക്കി കുഴിതു കൊണ്ടിക്കോളും എന്ന സന്തോഷത്തിലായിരിക്കാം കേക്കച്ചൻ. അതുകൊണ്ടാണ് അയാൾ ഒരു മറുപടി പറയാത്തത്. ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ പ്രസിഡന്റ് വർക്ക് ചെയ്യേണ്ട, വെറുതെ ഒപ്പിട്ടാൽ മതി. പ്രസിഡന്റ് വർക്ക് ചെയ്യേണ്ട, വർക്കിംഗ് പ്രസിഡന്റ് വേറെ. അപ്പോൾ 2 പ്രസിഡന്റ്. ഒരു സംഘടനയ്ക്ക് 2 പ്രസിഡന്റ്. ഇവിടെ രസം അവരവരെ സൗകര്യത്തിനൊത്ത് ഭരണഘടന വളച്ചൊടുക്കുക, അല്ലെങ്കിൽ നിയമം വളച്ചൊടിക്കുക, ജനാധിപത്യം കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മളെ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആധാര പിണറായി വിജയൻ അദ്ദേഹത്തെ ഒരു സ്ഥാനം കൊടുക്കേണ്ട, ഒരു ക്യാബിനറ്റ് പദവി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞ പോലെ വർക്കിംഗ് പ്രസിഡന്റ്. ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് അവരവരുടെ ഇഷ്ടത്തിന് തിരിച്ചു മറിച്ച് അങ്ങോട്ടും മാറ്റി വെച്ച് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. അല്ലാതെ വർക്കിംഗ് പ്രസിഡന്റ് ഒരു പദവിയില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങനെ ഒരാൾ വേണ്ട. ഈ പ്രസിഡന്റാണ് വർക്ക് ചെയ്യേണ്ടത്. വർക്ക് ചെയ്യാൻ ഒരു പ്രസിഡന്റും അല്ലാത്ത വേറൊരു പ്രസിഡന്റും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തെ നിന്നുകൊണ്ട് സതീശൻ കുറെ കളിയൊക്കെ കളിച്ചു. ആ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് സതീശൻ എന്ന ആളായത്.
അവരെന്ന് പറയുന്ന പിൻബലം ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ സതീശൻ ഒരു മണ്ണാങ്കട്ടയല്ല, ഒന്നുമല്ല. ഇപ്പൊ സതീശൻ ഒന്നുമില്ലാതെ മറ്റേ അവന്റെ ഷർട്ടും ഊരി കളഞ്ഞിട്ട് നിൽക്കുന്ന അവസ്ഥ. ഇത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കോട്ടത്തിൽ, അബിൻ വർഗീനെ പോലെ യുവാക്കൾ, മാറ്റി കൊഴുന്നാടിനെ പോലെ യുവാക്കൾ കൂടിയുള്ളത് കൊണ്ടാണ് സതീശൻ ഉണ്ടായത്. ഇപ്പൊ അവരൊക്കെ പോയി, സതീശൻ ഒന്നുമല്ല, സതീശൻ ഒരു MLA പോലും ആവാൻ പോകില്ലെന്നേനി, ഒരു തർക്കം വേണ്ട കാര്യത്തിൽ. ഇവിടെ ഈ കമ്മിറ്റി ഉണ്ടല്ലോ, ഈ ജംബോ കമ്മിറ്റി എന്ന് പറയും, ഞാൻ പറഞ്ഞാൽ ഒരു സ്വല്പം കൂടി ഒന്ന് വിപുലീകരിക്കാമായിരുന്നു. ഒരു 140 ജനറൽ സെക്രട്ടറിമാർ, അപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലേക്ക് ഓരോ ജനറൽ സെക്രട്ടറി, അതുപോലെ 14 വർക്കിംഗ് പ്രസിഡന്റുമാർ, ഓരോ ജില്ലയ്ക്ക് ഓരോ വർക്കിംഗ് പ്രസിഡന്റുമാർ. ഇതെന്തൊക്കെ എന്താ? അതുപോലെ തന്നെ 1000-ഓളം പഞ്ചായത്ത് ഉണ്ട്, ആ പഞ്ചായത്തിലേക്ക് ഓരോ സെക്രട്ടറിമാരും. അപ്പൊ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി ഓരോ സെക്രട്ടറിമാരും, അവർ 1000-ഓളം പഞ്ചായത്ത് ഉണ്ട്, ആ പഞ്ചായത്തിലൊക്കെ ഓരോ KPC സെക്രട്ടറിമാരും, ഒരു 140 ജനറൽ സെക്രട്ടറിമാരും, ഒരു 14 വർക്കിംഗ് പ്രസിഡന്റുമാരും. ഇതൊക്കെയാണ് ആവശ്യം. 13 വൈസ് പ്രസിഡന്റുമാരും. ക്യാപ്ഷൻ കൊടുക്കാം, ഒരു വീട്ടിൽ ഒരു നേതാവ്, അതെ, ഒരു വീട്ടിൽ ഒരു ജനറൽ സെക്രട്ടറി. ഒന്നും കുറയ്ക്കണ്ട, ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നും ഒരു ജനറൽ സെക്രട്ടറി. എന്തൊരു നാണക്കേടാണ് കേൾക്കുമ്പോ തന്നെ. 13 വൈസ് പ്രസിഡന്റ്, ഇത് എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. 13, അത് അന്ന് 14 ആക്കാണ്ട്, ഒരു ജില്ലയ്ക്ക് ഒരു വൈസ് പ്രസിഡന്റ്, ഒരു ജില്ലയ്ക്ക് ഒരു വൈസ് പ്രസിഡന്റ്. ഇപ്പൊ എവിടെ കുറച്ചിട്ടുള്ള കാസർഗോഡല്ലോ, വേണ്ട അത് വയനാടോ, എനിക്കറിയില്ല. അത് എനിക്ക് അല്ല, എത്ര ജില്ല ഉണ്ടെന്ന് തിട്ടമില്ല. എനിക്ക് തോന്നുന്നു 13 ആരെങ്കിലും പറഞ്ഞു കാണും 13 ജില്ലയുള്ളത്. നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പ്രസംഗിച്ചപ്പോ പറഞ്ഞില്ലേ കേരളത്തിൽ 33 സംസ്ഥാനങ്ങളുണ്ടെന്ന്. അപ്പൊ 33 സംസ്ഥാനങ്ങൾ പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചിട്ട് കൂടെ വന്ന പിണ്ണാക്കിനോട് ചോദിച്ചു 33 അല്ലേ? അവൻ പറയാം അല്ലല്ല 35. കൂടെ നിൽക്കുന്ന ആൾക്കാർ അതുപോലെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സതീശനോട് പറഞ്ഞ 13 ജില്ലയുള്ളൂ. അങ്ങനെ 13 വൈസ് പ്രസിഡന്റുമാർ. അപ്പൊ അത് 14 ആക്കിയാൽ 4 ജില്ലയ്ക്ക് 14 ജില്ലയ്ക്ക് ഓരോ വൈസ് പ്രസിഡന്റുമാരും, ഒരു 140 ജനറൽ സെക്രട്ടറിമാരും, ഒരു 1000-ഓളം സെക്രട്ടറിമാരുണ്ടെങ്കിൽ ഈ പാർട്ടി 10 ആളുണ്ടെന്ന് വിചാരിക്കും. ഒരു മീറ്റിംഗ് വിളിച്ച ആൾ വരുമല്ലോ, നല്ല കാര്യമാണ്. അതെ, അന്നേരം നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ലക്ഷ്യം നിങ്ങൾ നോക്കുക. വളരെ കഴിവുറ്റ ഒരു KPCC അധ്യക്ഷനെ ഒരു വെച്ചോ ഇല്ല. അവർക്ക് കഴിവുറ്റ ഒരു മിടുക്കനായ കെ സുധാകരനെ എന്തുകൊണ്ട് മാറ്റി? കെ സുധാകരനെ മാറ്റിയാൽ അല്ലെങ്കിൽ അതുപോലെ കഴിവുറ്റ മറ്റൊരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവെക്കണം. കൊണ്ടുവച്ചതാരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഓരോ പദവികളിലും യൂത്ത് കോൺഗ്രസിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ KPCC കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു പദവിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ പദവി. ആ അധ്യക്ഷ പദവിയിൽ നിന്ന് മിടുക്കനായ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റിയിട്ട് കൊണ്ടുവച്ചത് ആരെയൊക്കെയാണ്? എത്ര പേരെ വെച്ചു? ആ 4 പേരെ ഏച്ചു കെട്ടി വെച്ചിട്ടും എന്താണ് അവസ്ഥ? നിങ്ങൾ നോക്കുക. ഇത് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ? അതുപോലെ തന്നെ KSUവിൻ്റെ അധ്യക്ഷൻ്റെ പേര് ആർക്കെങ്കിലും നിങ്ങളൊന്നും ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ആരാണ്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവരെ എന്തുകൊണ്ടാണ് വെച്ചത്? അതുപോലെ തന്നെ KPCC അധ്യക്ഷനെ കൂടാതെ അതിനെ സഹായിക്കാൻ വേണ്ടി അഡീഷണലി 4 പേരെയും കൂടെ സപ്പോർട്ട് താങ്ങി നിർത്താൻ വേണ്ടി 4 എണ്ണത്തിനെയും കൂടെ വെച്ചിട്ടുണ്ട്. അത് വർക്കിംഗ് പ്രസിഡന്റ്. അത് വർക്കിംഗ് പ്രസിഡന്റ്. മറ്റേ അതെ, അരമനക്കുണ്ടൻ ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യം. അത് അരമനക്കുണ്ടൻ ബാക്കി വർക്ക് ചെയ്യുന്ന 4 കൈയാളുകൾ. എന്നിട്ട് അതെല്ലാം പോരാഞ്ഞിട്ടാണ് ഈ ഇന്ന് പോലെ 150 എണ്ണത്തിനെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, മീഡിയ കമ്മിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ഒരു 500 എണ്ണത്തിനെ വെക്കുക. നിങ്ങൾ നോക്കുക, ഇവന്മാരുടെ ഉദ്ദേശം എന്താ? ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയല്ല ഈ മോന്മാർ ഇറങ്ങിയേക്കുന്നത്. നോക്ക്, ഇത് ആളുകളെ പോലും, ഇത് സാമാന്യ രാഷ്ട്രീയ പരിജ്ഞാനം പോലും ഇല്ലാത്ത ജനങ്ങൾ ഇത് കണ്ട് ചിരിക്കൂലേ? എടാ ഇവനൊക്കെ ഭ്രാന്താണ്, ബോധമുള്ള ഒരുത്തം പോലും ഈ പാർട്ടിയിലില്ലേ? ഓക്കെ, എന്നിട്ട് ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പേരിട്ടിട്ടാണ് ഈ മൊണ്ണത്തരം കാണിക്കുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് ഇതെല്ലാം ഹൈക്കമാൻഡും പോരാഞ്ഞിട്ടാണ് കനകുലു, ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ്, വാർ റൂം, എന്തൊക്കെ സാധനങ്ങളാണ് വരാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇപ്രകാരം ഒരു ചർച്ച വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവന്മാരെ അപമാനിക്കാനോ ഇവന്മാരെ നാണം കെടുത്താനോ ഇവന്മാരെ നശിപ്പിക്കാനോ ഒന്നുമല്ല. എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും? നോക്കുക, ഇതുപോലൊരു പ്രസ്ഥാനത്തെ ഒരു ജനങ്ങളുടെ ഇവന്മാർ ഈ തരത്തിൽ ഈ ഹൈക്കമാൻഡർമാരെന്ന് പറഞ്ഞ ഈ നാണം കെട്ടവന്മാർ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനെ നശിപ്പിച്ച് ഇല്ലാതാക്കി. ഇതാ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുക. അവിടെ പോകാതെ ഇവിടെ സരിതാ ഗോപാലൻ ഇവിടെ കിടന്ന് കറങ്ങുകയാണ്, വട്ടം കറങ്ങുകയാണ്. ബീഹാറിൽ ജീവൻ മരണ പോരാട്ടം, രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. അവിടെ അയാൾക്ക് പോകണ്ട, അയാൾ ഇവിടെ കിടന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യാൾ ആരെയാക്കാം എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ജനതയുടെ പ്രതീക്ഷയായ
ഇത്രയും പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനത്തെ കുറെ മണവണാഞ്ചന്മാർ സംയുക്തമായിരുന്ന് ഇവന്മാരെല്ലാം കൂടി ഇതിനെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അന്നേരം ഈ പരിതാപകരമായ ഈ ഒരു അവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നിങ്ങൾ ചിന്തിക്കുവാനും, അതുപോലെ ഇത്രയും ശോഭകേട് കാണിക്കുന്ന ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞവനെ ഈ 10 വർഷമായിട്ട് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരമുള്ള ഒരു മണഗുണാഞ്ചനെ, ഒരു പ്രതിപക്ഷ നേതാവിനെ വെച്ചുകൊണ്ട് ഇവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരം എന്നല്ലേ ഇതിന് പറയേണ്ടൂ. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലും ഈ ചിന്താശകലം നിങ്ങളുടെ മനസ്സിലിടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു ചർച്ച നടത്തിയത്. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.